കയ്പില്ലാത്ത ഒരു പാവയ്ക്ക അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പാവയ്ക്ക നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിടാം. ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റിൽ വയ്ക്കാം. ഇനി ഇത് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാം. എല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഈ പിഴിഞ്ഞ നീര് നമ്മൾ എടുക്കരുത്, അത് കളയണം. പാവയ്ക്ക അങ്ങനെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഓരോ സ്പൂൺ വീതം മുളക് പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി എല്ലാം കൂടെ നമുക്ക് ചേർക്കാം. തീ കുറയ്ക്കാം. നന്നായിട്ടൊന്ന് പച്ചപ്പൊക്കെ പോയി. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ പുളിവെള്ളം ചേർക്കാം. വാളംപുളി പിഴിഞ്ഞെടുത്ത്. ഇനി ഇതിലേക്ക് ശർക്കരപ്പൊടി 2 സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.